ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് പോസ്റ്റ് ഓഫീസിൽ വരുന്ന GDS വിജ്ഞാപനത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വേക്കൻസി 21,413 വേക്കൻസികളാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പതിവിലും കുറവാണ് ആൾക്കാരെ അപേക്ഷിച്ചിട്ടുള്ളത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് എത്താവുന്ന ഒരു ജോലിയാണിത്. അപ്പോൾ ഈ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ത്യ പോസ്റ്റ് ഓഫീസ് GDS റിക്രൂട്ട്മെൻറ്റ് 2025 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യ പോസ്റ്റൽ വകുപ്പാണ്. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത്. അതേപോലെ ഡയറക്റ്റായിട്ട് വിളിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് ഗ്രാമീൺ ഡാക് സേവക് എന്ന വേക്കൻസിയാണ്. ഒഴിവുകളുടെ എണ്ണം 21,413 വേക്കൻസികൾ. ഇന്ത്യ ഒട്ടാകെ വേക്കൻസികളുണ്ട്. അതേപോലെ ജോലിയുടെ ശമ്പളം 10,000 രൂപ തൊട്ട് 24,400 രൂപ വരെ പെർ മന്ത് ലഭിക്കുന്ന ഒരു ജോലിയാണിത്. അപേക്ഷിക്കേണ്ട തീയതി ഓൺലൈൻ വഴിയാണ്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2025 ഫെബ്രുവരി 10 തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ മാർച്ച് 3 വരെ ഇത് അപേക്ഷിക്കുന്ന അവസാന തീയതി നീട്ടിയിട്ടുണ്ട്. ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏതൊക്കെ വിഭാഗങ്ങൾക്ക് എത്രയൊക്കെയാണ് പോസ്റ്റിലേക്ക് ഒഴിവുള്ളതെന്നൊക്കെ ആ ലിങ്ക് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഏതൊക്കെ സംസ്ഥാനത്താണ് വേക്കൻസികൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിലേക്ക് അപേക്ഷിക്കേണ്ട മിനിമം ഏജ് പറയുന്നത് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതേപോലെ 40 വയസ്സ് കവിയാനും പാടില്ല എന്നാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതേപോലെ നിങ്ങൾക്ക് ദ ആപ്ലിക്കൻറ്റ് ഷുഡ് ഹാവ് സ്റ്റഡിഡ് ലോക്കൽ ലാംഗ്വേജ്, ഏതെങ്കിലും നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ മനസ്സിലായിരിക്കണം. അതേപോലെ കമ്പ്യൂട്ടറിനെ കുറിച്ച് കുറച്ച് അറിവുണ്ടായിരിക്കണം. അതേപോലെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. അതേപോലെ അക്കാഡമിക് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, അതായത് ഗ്രാമീണ മേഖലയിൽ പണിയെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമായിരിക്കണം. അതേപോലെ പോസ്റ്റ് ഓഫീസിൽ GDS വിജ്ഞാപന അപേക്ഷാ ഫീസ് എത്രയാണ് നമുക്കൊന്ന് നോക്കാം. അപേക്ഷാ ഫീസ് UR OBC EWS വിഭാഗക്കാർക്ക് 100 രൂപയാണ്. അതേപോലെ SC ST വിഭാഗക്കാർക്കും PWD വിഭാഗക്കാർക്കും ഫീമെയിൽ കാറ്റഗറിയിലേക്കും ഫീസിന് ഇളവുണ്ട്. അതായത് അവർക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ബോർഡ് ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടതും അപ്ലൈ ചെയ്യേണ്ടതും. മാർച്ച് 3 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആരും ഒഴിവാക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.